മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാസം 29-ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശികയിൽ റവന്യൂ ജപ്തി നടപടികൾ അനുവദിക്കില്ലെന്നും അസാധാരണ സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സബ്മിഷന് മറുപടിയായി പറഞ്ഞു. സംസ്ഥാനത്ത് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി വി.ഡി. സതീശനാണ് സഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് കോടതികളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 29-ന് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ സർക്കാർ ഇടപെടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ചീഫ് ജസ്റ്റിസിന്റെ ഈ ചർച്ചയുടെ ഫലം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അതിനെ തുറന്നെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം. വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ഭൂമി ജപ്തി ചെയ്യുന്ന നടപടി അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. PC ജോർജിന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഇതിനിടെ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം സഭയിൽ ചിരിപടർത്തി. സബ്മിഷൻ അവതരിപ്പിച്ച് PC ജോർജ് കത്തിക്കയറിയതോടെ സ്പീക്കർ ഇടപെട്ടു. ഇത് PC-യെ ചൊടിപ്പിച്ചു. നിശ്ചിത സമയത്ത് പറഞ്ഞു തുടർന്ന് PC ജോർജിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് സഭയിൽ ചിരിപടർത്തിയത്. സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടമുട്ടിയാൽ ചേരയും കടിക്കുന്നതാണ്. ആ ചേര കടിക്കാൻ പുറപ്പെടേണ്ടതില്ല. സർക്കാർ തന്നെ ആവശ്യമായ നടപടി എടുക്കാനാണ് ആലോചിച്ചു വരുന്നത്. KG ദിനകർ, തിരുവനന്തപുരം.